നമസ്കാരം. ആദ്യമൊക്കെ ഈ കൈകൾ ശുദ്ധമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ കേരള നിയമസഭയിൽ ഒന്ന് രണ്ട് കൈയും പൊക്കി പിടിച്ചിട്ട് പറയണേ ഈ കൈകൾ ശുദ്ധമാണെന്ന്. ഏറ്റവും കൂടുതൽ കേരള നിയമസഭയിൽ ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു മുഖ്യൻ എൻ്റെ റെക്കോർഡ് ഭേദിക്കുകയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ മുഖ്യൻ. ഭാര്യയുടെ വിരമിക്കലിന് കിട്ടിയ പൈസ കൊണ്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങി ബാംഗ്ലൂർ പോയിട്ട് എന്നാണ് മുഖ്യൻ്റെ ഇതിന് മറുപടിയായിട്ട് പറയണേ. കേന്ദ്ര ഏജൻസി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസിയൊക്കെ വെറുതെ അന്വേഷണം പ്രഖ്യാപിക്കില്ല. ഇവിടെ കേരളത്തിലെ ജനങ്ങളെ MLA-മാരെയും പറഞ്ഞു പറ്റിക്കണ കൂട്ട് കേന്ദ്ര ഏജൻസിനെ പറ്റിക്കാൻ പറ്റില്ല. കാരണം തെളിവ് സഹിതം നിരത്തി അവർ ഇതിനെ പ്രതിരോധിക്കും. അപ്പോൾ അവസാന കൈ എന്ന രീതിയിൽ നഴ്സറി സ്കൂളിലോ LKG-യിലോ ആട്ടെ പഠിപ്പിച്ച തൻ്റെ ഭാര്യയുടെ വിരമിക്കലിന് കിട്ടിയ പൈസ കൊണ്ടാണ് മകൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിയെന്ന് ട്രോളോട് ട്രോളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ. കേരളത്തിൽ മുമ്പ് വന്ന സ്റ്റാർട്ടപ്പുകളെയും എല്ലാം സമരം ചെയ്ത് പൊട്ടിച്ചിട്ട് സ്വന്തം മകളെ ബാംഗ്ലൂർ പോയി സ്റ്റാർട്ടപ്പ് തുടങ്ങി ആ സ്റ്റാർട്ടപ്പ് കമ്പനി കള്ളത്തരം കാണിച്ചെന്ന് കയ്യോടെ പിടിച്ചിട്ടും അതിനെ ഇപ്പോഴും നഖശികാന്തം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മലയാളികൾക്ക് ഇതൊന്നും കാണാനൊന്നും നേരമൊന്നുമില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പക്ഷേ കാണേണ്ടവർ ഇത് കാണുന്നുണ്ട്. എല്ലാത്തിൻ്റെയും പുറകെ ഓരോന്നിന് എണ്ണി കണക്ക് ചോദിക്കാനായിട്ട് മാത്യു കുഴൽനാടൻ അതുപോലെയുള്ള പലരും രംഗത്തുണ്ട്. അപ്പോൾ അത് പ്രമാണിച്ച് ഇനി അവസാന കൈ ഇപ്പോൾ കേരള നിയമസഭയിൽ വികാര നിർഭയമായ പ്രസംഗമാണ് കാഴ്ചവെച്ചത്. എൻ്റെ ഭാര്യയുടെ പൈസ എടുത്തിട്ടാണ് മകള് പോയിട്ട് കോടീശ്വരി ആയെന്ന്. എത്ര കുടുംബങ്ങളുണ്ടാവും ഇങ്ങനെ കേരളത്തിൽ സ്വന്തം ഭാര്യയുടെ പൈസ, അതായത് വിരമിക്കലിന് കിട്ടിയ പൈസ വെച്ചിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലേക്ക് വന്നതെങ്കിൽ എന്തിന് എക്സാലോജിക് എന്ന കമ്പനി കോഴ വാങ്ങി, കരിമണൽ കമ്പനികളിൽ നിന്ന് കോഴ വാങ്ങി തെളിവ് സഹിതം പുറത്തുവിട്ടു? എന്തിന്? അതായത് യാതൊരുവിധ ജോലിയും ചെയ്യാതെ കോടിക്കണക്കിന് രൂപ കൈക്കൂലിയായിട്ട് വാങ്ങിച്ചു എന്ന് ഒരു വർഷത്തോളമായി മലയാളികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കുന്നതും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ കേന്ദ്രം മുഖ്യമന്ത്രിയെ കൈവിടുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം പല ആരോപണങ്ങളും വന്നു, പല രീതിയിലുള്ള പ്രഹസനങ്ങളും നമ്മൾ കണ്ടു. കേരളയിൽ പോലുള്ള പ്രഹസനങ്ങളെല്ലാം കണ്ടു. പക്ഷേ ഇതിനെല്ലാം നിയമസാധുത ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ കള്ളത്തരം കാണിച്ച് കൈക്കൂലി വാങ്ങിച്ച ഈ എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെ പൂർവാധികം ശക്തിയോടെ തെളിവുകൾ നിരത്തിയാണ് SFIO, അതായത് കേന്ദ്ര ഏജൻസിയാണ് ഇപ്പോൾ അന്വേഷണത്തിൽ വരുന്നത്. ഇപ്പോൾ CPM നേതൃത്വത്തിലേക്ക് തള്ളാനും കൊള്ളാനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കാരണം കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെതിരായ ഒരു കുറ്റം ആരോപിച്ചു ഏജൻസി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം തന്നെ രാജിവെക്കേണ്ട അവസ്ഥ വന്നു അന്ന് കോടിയേരി അന്ന് രാജിവെച്ച് ഒഴിയുകയും ചെയ്തു മാന്യമായിട്ട്. പക്ഷേ CPM കേന്ദ്ര കമ്മിറ്റിയുടെയൊക്കെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെച്ച് ഒഴിയണം എന്നാണ്. പക്ഷേ ഇതാർക്കും മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നാണ്. പക്ഷേ നിലവിൽ കേന്ദ്ര കമ്മിറ്റി കേസ്, ഈ മകൾക്കെതിരായ കേസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബാധിച്ചു തുടങ്ങുന്നത് വരെ കേന്ദ്ര കമ്മിറ്റി ഇതിനകത്ത് മൗനം പാലിക്കും എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറയും. കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ മടിയിൽ കനമില്ലാത്തവർ വഴിയിൽ പേടിക്കണ്ട എന്ന് പറയും. അങ്ങനെ പഴയ തലമുറകൾ പറഞ്ഞു വന്ന വാചകങ്ങൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഇതെന്താണ് സംഭവം, ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത്. ബംഗാളും ത്രിപുരയിലും എല്ലാം ഇതേ രീതിയിലാണ് ഭരണം എന്നാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ഭരണം ഈ രീതിയിൽ പോയിട്ടാണ് ബംഗാളും ത്രിപുരയും വിറ്റ നോട്ടയുടെയൊക്കെ പുറകയിൽ പോയത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കാണ് കമ്മ്യൂണിസ്റ്റ് എന്ന പ്രസ്ഥാനം ശരിക്കും ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അത് ഏകാധിപത്യത്തിലേക്ക് വഴിമാറ്റപ്പെടും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ചൈനയും ഉത്തര കൊറിയയെല്ലാം. അവിടെയൊക്കെ ജനങ്ങൾ ജയിലിൽ അടച്ചുവിട്ടിട്ട് ജീവിക്കേണ്ട ഒരവസ്ഥയാണ്. ഏകദേശം കേരളത്തിലെ ജനങ്ങളുടെ ഈ ഒരു അവസ്ഥ കൊണ്ടാവണം ഇവിടെയുള്ള ചെറുപ്പക്കാരും എല്ലാം വിദ്യാഭ്യാസമുള്ളവരെല്ലാം കേരളം വേണ്ട എന്ന് പറഞ്ഞ് അന്യനാടുകളിലേക്ക് കുടിയേറി അവിടുത്തെ പൗരന്മാരായിട്ട് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ജീവിക്കേണ്ട ഗതികേട്. ഇത്രയും നല്ല കാലാവസ്ഥയും സമ്പദ്ഘടനയും എല്ലാം ഉള്ള കേരളം എന്ന ഒരു കൊച്ചു സംസ്ഥാനത്തിന് വരെ
അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിവില്ല. എന്നിട്ടും വന്നിരുന്ന് പറയും കേരളം നമ്പർ 1 എന്ന്. നമ്പർ 1 പല കാര്യങ്ങൾക്കുണ്ട്. വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നതിൽ നമ്പർ 1 ആണ് കേരളം എന്ന് വേണം പറയാൻ. ശരിക്കും രാജാക്കന്മാർ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിനെ ജനാധിപത്യ രീതിയിലേക്ക് വിട്ടുകൊടുത്തപ്പോൾ 500 കോടി രൂപയോളം ആ ഖജനാവിൽ ബാലൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയണേ. ഓരോ മുന്നണി, 2 മുന്നണി ഇടതിനും വലതിനും ഭരിച്ച് ഇപ്പോൾ കേരളത്തിലെ ഓരോ മലയാളിക്കും ഓരോ ജനിക്കുന്ന കുട്ടിക്കും ലക്ഷക്കണക്കിന് രൂപ കടമായിട്ടാണ് ജനിക്കേണ്ടത്. ഈ കടമെല്ലാം വീട്ടേണ്ടത് കേരളത്തിലെ ഇനിയും ജനിക്കാനിരിക്കുന്ന കുട്ടികളാണ് എന്നുകൂടി ഓർക്കണം. കേരയിൽ എന്നൊക്കെ പറഞ്ഞൊരു പ്രഹസനം ഉണ്ടാക്കിയിട്ട് കേരളീയൻ്റെ കുറ്റിക്ക് വരെ 10 മടങ്ങ് വരെ പൈസ ഈടാക്കി. ഇതെല്ലാം വീട്ടേണ്ടത് കേരളത്തിൻ്റെ കടമയായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം നിലവിൽ ഈ തട്ടിപ്പ് കേസ് അന്വേഷിക്കാനായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം എടുത്ത് 25 ലക്ഷം രൂപയാണ് ഒരു സിറ്റിങ്ങിന് ഒരു അഡ്വക്കേറ്റിന് കൊടുക്കേണ്ടത്. സുപ്രീം കോടതി അഡ്വക്കേറ്റ് വൈദ്യനാഥൻ എന്നാണ് പേര്. 25 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഒരു കേസ് വാദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചല്ലോ. അതും കേരളത്തിലെ തന്നെ ജനങ്ങളുടെ നികുതി പണം എടുത്ത്. ആര് കളവ് കാണിച്ചാലും അവർ തന്നെ അതിന് വക്കീലിനെ വെച്ച് അവരുടെ വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുവന്ന് വക്കീലിന് കൊടുക്കേണ്ട ഒരു സാമാന്യം ഒരു ഉളുപ്പ് എല്ലാവരും കീപ്പ് ചെയ്യാറുണ്ട്. അതുപോലും ഇവിടെ കീപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കേന്ദ്രം ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ഇതിന് കടിഞ്ഞാണിടുന്ന ഒരു കാഴ്ചയും ഇപ്പോൾ കാണാം. SFIO എന്ന ഏജൻസിയാണ് ഇത് അന്വേഷണത്തിന് കൊടുത്തേക്കുന്നത്. SFIO ഇത് അന്വേഷണം തുടങ്ങി എന്നാണ് കേന്ദ്രത്തിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. എവിടെയൊക്കെയോ എന്തൊക്കെയോ പിഴച്ച മാതിരിയാണ് ശരിക്കും ഇപ്പോൾ കേരളത്തിൻ്റെ പോക്ക്. കാരണം കേരളത്തിന് ഇന്ന് തടവറ പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നുള്ള സാഹചര്യം വന്നപ്പോൾ തന്നെ അതിന് തടയിടുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാം. ഉത്തര കൊറിയ, ചൈനയൊക്കെ പോലെ തന്നെ ബംഗാളും ത്രിപുരയൊക്കെ ആവാൻ നോക്കിയപ്പോൾ അവരെല്ലാം തടഞ്ഞു. പടിയടച്ചു പിണ്ണം വെച്ചതിന് അവസാനമായി 1957 ഇന്ത്യയുടെ ലോകത്തിൽ തന്നെ ജനാധിപത്യ രീതിയിൽ ഒരു സർക്കാർ അധികാരത്തിൽ വന്നത് കേരളത്തിലാണ്. ആ വരണ പോലെ തന്നെ ഏറ്റവും അവസാനത്തെ സർക്കാരായി ഇവിടെ മാറും എന്ന് വരെ സോഷ്യൽ മീഡിയയിൽ പലരും വിളിച്ചു പറയുന്നുണ്ട്. ഇതിപ്പോൾ സാധാരണ ഒരു പോലീസ് കേസോ കാര്യങ്ങളോ അല്ല. കേന്ദ്രം ഇടപെട്ടത് കാരണം മുഖ്യമന്ത്രിക്കൊന്നും ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇത് പ്രമാണിച്ച് അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയുടെ രാജി വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടുകൾ വരുന്നു. അതുകൂടാതെ മകൾക്ക് താമസിക്കാൻ തീഹാർ ജയിലിൽ വരെ റൂം റെഡിയാക്കി എന്നുള്ള റൂമറുകളും വരെ പുറത്തു വരുന്നുണ്ട്. നിലവിലെ അവസ്ഥ ഇത് തന്നെ, ശോകമൂകം. കാരണം തുടർഭരണം പ്രതീക്ഷിച്ചുള്ള ഭരണമായിരുന്നു. പക്ഷേ അറിയാതെ പലരും കൈയിട്ട് വാരുന്നത് കാണാൻ സാധിക്കാതെ വന്നതിനാൽ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഒന്നടങ്കം പ്രതികരിക്കുകയാണ്. ഈ പ്രതികരണമാണ് ഇന്ന് CPM ഓഫീസിലും ക്ലിഫ് ഹൗസിലും എല്ലാം മൂകത പടർത്തിയിരിക്കുന്നത്. എന്നിട്ടും വന്നുകൊണ്ട് പറയുകയാണ് ഈ കൈ ശുദ്ധമാണ് കേട്ടോന്ന്. ഈ കൈ മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ടാന്ന്.